ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മള് വെക്കേഷന് വേണ്ടിട്ട് നാട്ടിൽ പോവാട്ടോ. ഇന്ന് പാറുന്റെ പേരന്റ്സ് മീറ്റിംഗ് ഉണ്ട്. അപ്പൊ പോകുന്ന വഴിക്ക് അവിടെ കേറി പാറുന്റെ ഈ വർഷത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് വേണം പോകാൻ. പാറു സ്കൂളിൽ ഭയങ്കര നല്ല പിള്ളയാണ്. വീട്ടിലെങ്ങനെ പാറു? വീട്ടില് അടിപൊളിയാ പാറു. ഇത്രയും നല്ല കുട്ടി വേറെയില്ല. അപ്പൊ അവിടെ ചെന്ന് അഭിപ്രായങ്ങളെല്ലാം അറിഞ്ഞിട്ട് വേണം ഞങ്ങക്ക് വീട്ടിലോട്ട് പോകാനായിട്ട്. ഇനി ഒരു 2 ആഴ്ച ഞങ്ങൾ നാട്ടിലായിരിക്കും. നാട്ടിലാവുമ്പോ ഞാൻ വിചാരിച്ച് ഡെയിലി വ്ളോഗ് ചെയ്യാം. അവിടെ ആണെങ്കിൽ ഉത്സവമൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് എനിക്കതിന് കൊച്ചശ്രുതി, അപ്പൊ അതിനൊക്കെ കൂടാൻ പറ്റുമെങ്കിൽ അതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം പുതിയൊരു ചെയ്യാൻ. അപ്പൊ ഇന്നലെ പാറിന്റെ മുടി വെട്ടിയായിരുന്നു കണ്ടോ. അപ്പൊ ഇത് മുടി വെട്ടാൻ പോകുന്ന ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. ആ ഒരു ക്ലിപ്പ് കണ്ടിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി വിശേഷം പറയാം. ഓക്കെ. പാറുന്റെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവാം. നാളെ നാട്ടിൽ പോകും. അപ്പൊ അതിനു മുമ്പ് ഇതെല്ലാം ചെയ്തു വെച്ചാല് ജോലി ഒതുങ്ങുമല്ലോ. പാറിന് മുടി വെട്ടാൻ ഇത്തിരി വിഷമമൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ സാരില്ല, മുടിയല്ലേ അങ്ങ് കിളുത്തോളൂ എന്ന്. അപ്പോൾ പോകാൻ പോകാട്ടോ. നട്ടുച്ച നേരമാണ്. വൈകിട്ട് മ്യൂസിക് ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോക്ക് നടക്കാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചെങ്കിൽ ഉച്ച അങ്ങ് പോകാമെന്ന്. ഇവിടെ തമ്മനത്തുള്ളൊരു ബ്യൂട്ടി പാർലറാണ്. പാറുൻ്റെ അവിടെയാണ് സ്ഥിരമായിട്ട് വെട്ടിക്കുന്നത്. പാറു 3, 2, 1. കണ്ടോ പാറുന്റെ മുടി വെട്ടിയത്. അപ്പോൾ ഞങ്ങൾ സ്കൂൾ എത്താറായിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ പാറു ഈ ഒരു റെയിൻബോ ബിൽഡിങ്ങിലാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഇവിടെ കൊണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് ഫോണിനകത്ത് കിടപ്പുണ്ടായിരുന്നു. ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇതിൻ്റെ കൂടെ ചേർക്കും. ഇല്ലെങ്കിൽ സോറി, ക്ഷമിക്കണം. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ ഒന്നും കൂടെ കാണിച്ചു തരാം. പാറു ഇനി അടുത്ത വർഷം പ്രൈമറിയിലേക്ക് പോവല്ലേ. അപ്പോൾ ബിൽഡിങ് മാറും. ഇത് റെയിൻബോ ബിൽഡിംഗ് ആയിരുന്നു. മീക്ക് കൊറോണ വന്നുകൊണ്ട് ഇവിടെ പഠിക്കാൻ പറ്റിയില്ല. ഇവര് പഠിച്ചോണ്ട് LKG പഠിച്ചോണ്ടിരുന്നപ്പം വേറൊരു ബിൽഡിങ്ങിലായിരുന്നു ഇവരുടെ ക്ലാസ് ഒക്കെ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ പഠിച്ച ഇത് കലാക്ഷേത്രയാക്കി. ആണോ? ആ, കലാക്ഷേത്രം അവിടെ വെച്ചാണോ പ്രാക്ടീസ് ഒക്കെ നടത്തുന്നത്? ഓക്കെ. അപ്പൊ നമ്മൾ എത്തി സ്കൂള്. സ്കൂള് മോളി പോകാനേ ഇവരെ കൺട്രോൾ ചെയ്യാൻ വന്നതാ. പോട്ടെ. ഓക്കെ. വീണ്ടും സ്വാഗതമൊന്നുമില്ല. ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാ. ഭക്ഷണമൊക്കെ പുറത്തുനിന്നായിരിക്കുന്നത്. ഇപ്പൊ സമയം എത്രയാടാ? 11:30 കഴിഞ്ഞിട്ടുണ്ട്. 11:25. ഓക്കെ, 11:30 കഴിഞ്ഞെന്ന് ഞാൻ വിചാരിച്ച. പാറുവിനെ പറ്റി നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് പാറുന്റെ ഫയല് കിട്ടി, റിപ്പോർട്ട് കാർഡ് കിട്ടി. പാറുവിനെ കണ്ടോ? UKG പാറു. അടുത്ത വർഷം എനിക്ക് ഇവിടെ കൊണ്ടാക്കണം. അടുത്ത വർഷം ഇവർ രണ്ടുപേരും ഒരു ബിൽഡിങ്ങിലാണ് വരും. ഓക്കെ. അപ്പൊ നമ്മള് വൈറ്റിലെ ഹബ്ബൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ റോഡിന്റെ അവസ്ഥ എന്തുവാന്ന് അറിയത്തില്ല. തുറവൂരൊക്കെ ഭയങ്കര കട്ട ബ്ലോക്കാ. അവിടെ ബ്ലോക്ക് ആയാല് ആ ബ്ലോക്കിന്റെ ഒക്കെ ഡ്യൂറേഷൻ അനുസരിച്ചിരിക്കും നമ്മൾ വീട്ടിലെത്തുന്നത്. സാറമോ ഇതുവഴി കയറി പോകണം. ലെഫ്റ്റിലേക്കല്ലേ പോന്നേട്ടെ? ലെഫ്റ്റിലോട്ടല്ലേ പോകുന്നത്? പണ്ടൊക്കെ ബോംബെയിലൊക്കെ ആയിരുന്നു ഇതുപോലെ വലിയ ബൊക്കെയൊക്കെ ആയിട്ട് വരുന്നത്. എന്നിട്ട് ഇത് പൂ വിൽക്കാനായിട്ട് വന്ന് നിൽക്കുന്നത് കാണാൻ പറ്റും. ഈ വല്യമ്മ എന്ത് ആ കൊച്ചു കേട്ട് വഴക്കിടുന്ന? എത്ര നേരം നമ്മൾ ഈ റോഡിൽ കയറിയിട്ട്? 1 മണിക്കൂർ കഴിഞ്ഞെന്ന് തോന്നുന്നല്ലേ? ഒന്നല്ല, ഞങ്ങൾ ഊണും മീൻകറിയും ഉള്ള സ്ഥലത്താണ് പോകുന്നത്. ചിക്കൻ ബിരിയാണി ഇല്ല. അപ്പൊ ചേച്ചിക്കില്ലേ? ഇല്ല. ചേച്ചിക്കാണെങ്കിൽ ചിക്കൻ ബിരിയാണിയുടെ പകരമില്ലേ ചിരിന്ന് കുറച്ച് പുല്ല് വരച്ച് വൈകിട്ടു. ഇയാള് പശുവാണോ?
ഹലോ, ഞങ്ങൾ ചേർത്തലയിൽ നിന്ന് കഴിച്ചില്ല. പോയപ്പം ആ പണ്ടുണ്ടായിരുന്ന ആ ഹോട്ടൽ തപ്പിയാ പോയെ, പക്ഷേ അതിപ്പോൾ ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ വണ്ടി ഓടിച്ചോടിച്ച് ആലപ്പുഴ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് കഴിക്കാനാണ് ഈ പ്ലാൻ. സമയം 2 മണി ആകാറായി. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കടയിലൊക്കെ കയറിയായിരുന്നേ. അത് ഇത്തിരി തിരക്കായതുകൊണ്ട് വീഡിയോ എടുത്തില്ല. മുടക്കമില്ല, എന്താണെന്ന കാര്യം, ക്ഷീണമായി. ാണ് വന്നിരിക്കുന്നത്. താമസമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്താ ആണോ? ഇതെങ്ങനെ ഒരു ദിവസം കൊണ്ട് കിട്ടിയില്ലെങ്കിൽ വഴക്കുകളുണ്ടോ? ഒരു ദിവസം കൊണ്ട് നമ്മൾ ആലപ്പുഴയിൽ YMCAയുടെ തൊട്ടടുത്തുള്ള ടഫ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് ഉച്ചയ്ക്ക് കഴിക്കാൻ കയറിയത്. നല്ല ഉഗ്രൻ ഊണായിരുന്നു. ഒരു 10 കറിയോളം വരുന്ന കേരള മീൽസാണ് ഓർഡർ ചെയ്തത്. സൂപ്പർ ഊണ് കേട്ടോ. നിങ്ങളെ കറികളെല്ലാം വിശദമായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. എന്തായാലും നമ്മളൊരു 3:30 ആയപ്പോഴാണ് അവിടുന്ന് ഊണൊക്കെ കഴിഞ്ഞിറങ്ങി. പിന്നെ നമുക്കിവിടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. എന്തായാലും ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട്. ഒരു 7:30യോടുകൂടി നമ്മൾ വീട്ടിലെത്തും. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീരുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നതേക്കും വരെ ബൈ.